ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചൊരു വോയിസ് ഓവർ കൊടുക്കാമെന്ന്. കാരണം ഞാൻ അന്നേരം വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ പാട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. കാരണം ഇവിടെ ഉത്സവത്തിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ശബ്ദം കേൾക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കാമെന്ന്. അപ്പോഴതാണ്ടേ ഇന്ന് ഞാനൊരു മെറ്റീരിയലായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു അജ്രക് പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ്. കാണാൻ പറ്റുന്നുണ്ടോ ആവോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത്. അപ്പോൾ മെറ്റീരിയലിനെ പറ്റി പറയാം. അപ്പോൾ അതാണ്ട് ഈ ഒരു മെറ്റീരിയലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോഴേ മനസ്സിലായി കാണുന്ന ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അതേതാണ്ട് ഈ ഒരു ഐറ്റം ഞാൻ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്തോ സ്ക്രഞ്ചീസോ ഒന്നും അല്ല കേട്ടോ. ഇത് പ്ലീറ്റഡ് സ്ലീവാണ്. അപ്പോൾ പ്ലീറ്റഡ് സ്ലീവ് എങ്ങനെയാണ് നല്ല കൃത്യമായിട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാനായിട്ട് പോണത്. അപ്പോൾ ഇങ്ങനത്തെ മോഡൽ സ്ലീവ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ഐഡിയ വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ലാഗ് അടിപ്പിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഞാൻ കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ വരുന്നതെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്ലീവ് ചെയ്യാനായിട്ട് ഈ ഒരു സ്ലീവിന് വീതി വരുന്ന ഒരു ഞാൻ 3.5 കേട്ടോ എടുക്കുന്നത്. ഒരു 3.5 മതിയാകും. അതിൽ കൂടുതലായാലും ഒരു ഭംഗി കാണത്തില്ല. നമുക്ക് കുഞ്ഞി സ്ലീവ് അല്ലേ, അതുകൊണ്ട് തന്നെ ഒരു 3.5 മതിയാകും. 3.5 3 എടുക്കാം. ഓക്കെ, പിന്നെ നീളം വരുന്നത് ഒരു സൈഡിലേക്ക് മാത്രം 40. അപ്പോൾ എന്താ വിചാരിക്കും ഈ 40 എന്താ വന്നേന്ന്. 40 വന്നേന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഇതല്ലേ കൈക്കുഴി തന്നെ ഇനി തൊട്ട് കാണിക്കുന്നില്ല. ഇവിടുന്ന് ഇവിടെ വരെ നമുക്ക് 10 കിട്ടുന്നത്. ഇപ്പോൾ ഇതൊരു ടോപ്പായിട്ട് സങ്കല്പിക്കുക. ആ 10. അപ്പോൾ ആ ഒരു 10 എന്ന് പറയുന്നത് ഫുൾ റൗണ്ട് വരുമ്പം 20 അപ്പോൾ നമ്മൾ പ്ലീറ്റ് ഇടുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഇരട്ടി എടുക്കണം. ഒരു സൈഡിലേക്ക് മാത്രം 20ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 40. അതാണ് നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സൈഡിലേക്ക് 40 ആണെങ്കിൽ രണ്ട് കൈക്കും കൂടി നമുക്ക് 40 80 ഇഞ്ച് തുണിയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തുണി രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കി ഇടുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യേണ്ടത്. ഇതാകുമ്പോഴത്തേക്ക് രണ്ടായിട്ട് മടക്കിയിട്ടാൽ നമുക്കൊരു 40 വെച്ചിട്ട് രണ്ടെണ്ണം കട്ട് ചെയ്താൽ നമുക്ക് 2 സ്ലീവിനും കൂടി തികയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മെറ്റീരിയൽ എടുത്ത് രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ആദ്യം നമ്മൾ വീതിയാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പം വീതി ഞാൻ ആദ്യമേ പറഞ്ഞു 3.5 ആണെന്ന്. അപ്പോൾ നമ്മൾ ഇതുപോലെ 3.5 കറക്റ്റായിട്ട് എടുത്തു കൊടുക്കണം കേട്ടോ. കറക്റ്റ് 3.5 ഇതുപോലെ വരച്ച് താഴെ വരെ എടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുണി മടക്കിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരു സൈഡിലേക്ക് നമുക്ക് 40 വരുന്നത്. അപ്പോൾ മടക്കി ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മടക്കി ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു 20 വരച്ച് കൊടുത്താൽ മതി. കാരണം ഓൾറെഡി അടിയിലും ഇതിൻ്റെ ഒരു തുണി വരുന്നതുകൊണ്ട് തന്നെ ഈ 20 പുറകിലത്തെ 20 കൂടി കൂട്ടിയിട്ട് 40 കിട്ടും. അപ്പം ഒരു സൈഡിലേക്ക് 40 നമ്മൾ ഇതുപോലെ കറക്റ്റിന് വരച്ച് കൊടുക്കുക. ആ ഒരു ഐഡിയ കിട്ടി കാണത്തില്ല. അതായത് തുണി നമ്മളിപ്പോൾ മടക്കിയല്ല ഇടുന്നതെങ്കിൽ നമ്മൾ നിവർത്തിയിട്ടിട്ട് ഫുള്ള് 40 തന്നെ വരച്ച് കൊടുക്കണം. ഇതിപ്പോൾ മടക്കി ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് 20 മതി ഒരു സൈഡിലേക്ക്. കാരണം അടിയിൽ മടക്കി ഇട്ടേക്കുന്നുണ്ട്, ആ ഒരു മടക്ക് ഭാഗം കൊണ്ട് വരുന്നുണ്ട്. അത് രണ്ടും അങ്ങനെ ഇതുപോലത്തെ 2 ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഞാനിപ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നതെന്ന് വെച്ചാൽ എക്സ്ട്രാ വന്നതാണ് കേട്ടോ. 20 കഴിഞ്ഞ് എക്സ്ട്രാ കിടന്നതാണ്. ഇപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുന്നതിന് കറക്റ്റ് 20 ഇഞ്ച് നീളമുള്ള തുണി ഇതുപോലെ മാറ്റുക. ഇതേ സെയിം പോലെ തന്നെ ഇതിപ്പോൾ ഒരു സ്ലീവാണ് കേട്ടോ. ഇപ്പോൾ ആ കട്ട് ചെയ്ത് മാറ്റിയത് ഒരു സ്ലീവാണ്. ഇതുപോലെ തന്നെ നമ്മളിനി അടുത്ത സ്ലീവ് 2 കൈക്കാണല്ലോ വേണ്ടത്. അപ്പോൾ ഇതുപോലെ 3.5 കറക്റ്റിന് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത്, 20 ഇവിടേക്ക് വേണ്ടത്. കാരണം മടക്കി ഇട്ടേക്കുന്നതുകൊണ്ട് ഒന്നും കൂടി പറയാണ്, ക്ലിയർ ആവുന്നുണ്ടോ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് 20 നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഇതിൻ്റെ അടിയിലോട്ട് വരുന്നുണ്ടല്ലോ തുണി. അപ്പോൾ മൊത്തത്തിൽ അത് 40 ആയിക്കോളും. അപ്പോൾ അതാണ്ട് 2 സ്ലീവ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3.5 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ 40 ഇഞ്ച് നീളവുമാണ് ഈ 2 തുണിയും കൂടി വരുന്നത്. അതായത് 40 + 40 80 രണ്ടും കൂടി 80 വരുന്നുണ്ട്. ഒരെണ്ണം 40. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഞാൻ കുറച്ച് എക്സ്ട്രാ കട്ട് ചെയ്ത് കളയുന്നത് വെച്ചാൽ നമ്മൾ രണ്ടാമത് വെട്ടിയ സ്ലീവിൻ്റെ അധികം വന്ന ഭാഗമാണ്. അപ്പോൾ സ്ലീവ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അല്ലാത്ത സ്ലീവ് ചെയ്യുന്ന കണക്ക് ഇതങ്ങനെ വളച്ച് വരച്ച് അങ്ങനെ ചെയ്യുന്നും വേണ്ട, ഇതുപോലെ ആക്കി എടുക്കുക. അപ്പോൾ അതാണ് നമുക്ക് ഇതുപോലെ ഒരു നീളത്തിനുള്ള പീസല്ലേ കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുക്കുക. ഇനി നമ്മൾ സ്റ്റിച്ചിങ് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അത് എടുത്തതിന് ശേഷം നമ്മൾ നല്ല വശത്തുനിന്ന് ചീത്ത വശത്തേക്ക് ഇതുപോലെ മടക്കുക. ഒരു ഇഞ്ച് വീതിയിൽ ഇതുപോലെ മടക്കി കൊടുക്കുക. ഒരു സൈഡിൽ ഇങ്ങനെ 1 ഇഞ്ച് വീതിയിൽ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ മടക്കി അടിച്ച് കൊടുക്കുക. മടക്കി നമ്മൾ സാധാരണ സ്ലീവിനൊക്കെ മടക്കി അടിക്കുന്നത് പോലെ മുകളിൽ നിന്ന് താഴെ വരെ 2 സ്ലീവിന് ഇതുപോലെ മടക്കി അടിച്ച് കൊടുക്കുക. 1 ഇഞ്ചൊക്കെ മതിയാവും. 1/2 ഇഞ്ച് ഒന്ന് മടക്കിയിട്ട് പിന്നെ അഗൈൻ വീണ്ടും ഒന്നും കൂടി മടക്കിയിട്ട് നല്ല കൃത്യമായിട്ട് അടിയിൽ വരെ അടിച്ചിറക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാ സ്ലീവ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് കേട്ടോ ഈ ഒരു സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റേ സ്ലീവ് ആണെങ്കിൽ നമ്മൾ കുറേ മെഷർമെൻ്റ് ഒക്കെ എടുത്ത് കറക്റ്റായിട്ടൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തെടുക്കണം. ഇതിന് പിന്നെ അങ്ങനത്തെ പണിയൊന്നുമില്ല. ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ തുണി കട്ട് ചെയ്തെടുത്താൽ അതിൻ്റെ അകത്ത് പിന്നെ പ്ലീറ്റ് എടുക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി നല്ലതാണ്. സാധാ സ്ലീവിനേക്കാളും കുറച്ചും കൂടി ഭംഗിയാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ടും. അങ്ങനെ നാണ്ട് ഇതുപോലെ നമ്മൾ അടിച്ചിറക്കുക, അതാണ് പരിപാടി. അതുപോലെ തന്നെ നമ്മൾ അടുത്ത സ്ലീവ് എടുക്കുന്നുണ്ട്. ഇതുപോലെ പതിച്ചടിച്ച് കൊടുക്കുക. 1 ഇഞ്ച് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ എത്രയായിരുന്നു വീതി, 3.5 ആയിരുന്നു. 3.5 ഇപ്പോൾ ഇതൊരു 2.5 ആയിട്ടുണ്ട്. കാരണം നമ്മൾ പതിച്ചടിച്ചുകൊണ്ട് തന്നെ നമ്മൾ 1 ഇഞ്ച് അതിൻ്റെ അകത്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു 2.5 ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു സൈഡിൽ പതിച്ചടിച്ചു. ഇനി നമ്മൾ അടുത്ത സൈഡ് എടുക്കുക. അതായത് അറ്റത്തെ സൈഡ് എക്സ്ട്രാ കിടക്കുന്ന നൂലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട്, കറക്റ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പ്രഷർ ഫുട്ട് വീതിയിൽ നമ്മൾ ഇതുപോലെ കാണി കൂട്ടിയിട്ടതിന് ശേഷം മുകളിൽ നിന്ന് താഴെ വരെ അടിച്ചെടുക്കുക. അതെന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ പ്ലീറ്റഡ് സ്ലീവ് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതലും ഭംഗി ഇങ്ങനത്തെ ഒരു സ്ലീവ് ചെയ്യുന്നതിനാണ് കേട്ടോ. അതായത് നല്ല രീതിയിൽ നല്ല ചുരുങ്ങി കിടക്കും. മറ്റേ പ്ലീറ്റ് ആണെങ്കിൽ മടക്കിയെടുത്ത് അതും ഭംഗിയാണ്. പക്ഷെ കുറച്ചും കൂടി ഭംഗി ഇതാണ്. അത് കുറച്ച് നല്ല അടുപ്പിച്ച് പ്ലീറ്റ് കിട്ടാൻ ഇത് നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ
കാണി കൂട്ടിയിട്ടതിന് ശേഷം ഇതുപോലെ നമ്മൾ സൈഡിലൂടെ ഒരുപാടങ്ങ് വക്കത്തോണ്ട് അടിക്കരുത്, ഒരു അര ഇഞ്ച് എടുക്കാം കേട്ടോ. അര ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ അടിച്ച് താഴേക്ക് ഇറക്കുക, കാണി കൂട്ടിയിട്ടതിന് ശേഷം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് അടിച്ചിറങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അടിച്ചിറക്കുന്ന സമയത്ത് നമ്മൾ നേരെ ഉണ്ടായി എൻ പോയിന്റിൽ വെച്ചിട്ട് കട്ട് ചെയ്യരുത്. ഞാൻ കാണിച്ചത് എക്സ്ട്രാ കുറച്ച് നൂല് ഫ്രണ്ടിലോട്ട് ഇട്ടതിന് ശേഷം, അതായത് ഞാനിപ്പോൾ അടിച്ചിറക്കുന്നത് കാണിച്ചു തരാം. ഇതുപോലെ അടിച്ചിറക്കി നമ്മൾ സാധാരണ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തില്ല, അങ്ങനെ ചെയ്യരുത്. അത് ചെയ്താൽ കണ്ട ഇതുപോലെ കുറച്ച് നൂല് നീട്ടിയിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നീട്ടിയിടുമ്പോഴത്തേക്ക് എക്സ്ട്രാ അടക്കുന്ന നൂലുണ്ടല്ലോ, അപ്പോൾ 2 നൂലുണ്ട്, അടിനൂലും ഉണ്ട് മോൾ നൂലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഏതെങ്കിലും ഒരു നൂല് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു നൂലിൽ പിടിച്ചിട്ട് നമ്മൾ ഇതുപോലെ വലിച്ച് നമ്മൾ പുറകിലേക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെ എക്സ്ട്രാ നൂലിട്ട് കൊടുക്കണം, വക്കത്ത് കൊണ്ട് വെച്ച് കട്ട് ചെയ്ത് കളയരുത്. അതിനുശേഷം ഒരു നൂലിൽ പിടിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ പുറകിലേക്ക് വലിച്ച് ചെറിയ കുഞ്ഞു ചുരുങ്ങിയ ടൈപ്പിലുള്ള പ്ലീറ്റിങ്ങിന് ആക്കി കൊടുക്കാൻ പറ്റും. അയ്യോ, ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ നിങ്ങൾ തറയിൽ പോയി കേട്ടോ. പിന്നെ ഇത് കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ വീണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വലിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പം നമുക്കത് ഫുൾ ഈ ഒരു തുണി എന്ന് പറയുന്നത് എത്രയുണ്ട്, 40 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ ഈ 40 ഇഞ്ചിനെയാണ് ഇതുപോലെ ചുരുക്കി പ്ലീറ്റാക്കി നമ്മൾ കറക്റ്റ് 20 ആക്കുക. കറക്റ്റ് അത് 20 ആക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു കൈക്കുഴിയിൽ ഇതുപോലെ വെച്ച് നമ്മൾ സാധാ സ്ലീവ് എങ്ങനെയാണോ അടിക്കുന്നത് അതുപോലെ അടിച്ചിറക്കാൻ പറ്റും. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഞാൻ പിടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വലിക്കുന്നതനുസരിച്ച് പുറകിലോട്ടാക്കി കൊടുക്കണം കേട്ടോ. പുറകിലോട്ടാക്കി ഒരു സെൻറ്റർ പോർഷൻ എത്തുമ്പോഴത്തേക്കും നമുക്കിനെ മറ്റേ അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ വലിച്ച് പ്ലീറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ നോർമലി വരുന്ന പ്ലീറ്റഡ് സ്ലീവിന് ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് പ്ലീറ്റ് എടുത്തും ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ പ്ലീറ്റ് മടക്കി അതുപോലെ ചെയ്യാൻ പറ്റും. പക്ഷേ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്കിതാണ് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ 2 സ്ലീവിലും ഇതുപോലെ വലിച്ച് മടക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ വലിക്കുമ്പോൾ ഒറ്റ വലിയങ്ങ് കൊടുക്കാനും പാടില്ല കേട്ടോ. സ്പീഡിന് ചെയ്യുന്നവന് ഒറ്റ വലി കൊടുത്താൽ നൂലെല്ലാം കൂടി ഊരി വന്ന് കുളമായി പോവും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. ഞാനിത് ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്കിത് ഫുള്ള് തെറ്റിപ്പോയിട്ടേ ഉള്ളൂ. കുറേ വട്ടം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങ് കറക്റ്റാവും. അങ്ങനെ അപ്പോഴേ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ വലിക്കുമ്പോഴത്തേക്ക് കണ്ടോ കുഞ്ഞു പ്ലീറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ സെയിം നമുക്ക് അടുത്ത സ്ലീവിലും ചെയ്യാം. അത്രേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. നമ്മൾ ഇതുപോലെ വലിച്ച് താണ്ട് ഫൈനലി നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇത് ഫുള്ള് ഞാനിപ്പം അളന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം മെഷർമെൻറ്റ് എടുത്തപ്പോഴത്തേക്ക് 20 ഇഞ്ച് തന്നെ വരുന്നുണ്ട്. അതായത് നമുക്ക് കറക്റ്റ് നമ്മുടെ ആ കയ്യിൽ വെക്കാനുള്ള റൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നോർമൽ സ്ലീവ് എങ്ങനെയാണോ ചെയ്യുന്നത്, അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ മുകളിൽ നല്ല ഭാഗത്ത് വെച്ച് അടിച്ച് ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ജസ്റ്റ് ഈ സ്ലീവ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ഷോൾഡറോട്ട് അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ സ്ലീവിൻ്റെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞാനിത് എന്ത് ടോപ്പിന് വേണ്ടിയിട്ടാണ്, അതായത് എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്, ഞാൻ എന്ത് മോഡലാണ് ചെയ്തതെന്നുള്ളതൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോഴെന്തായാലും ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സ്ലീവിന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, കുറച്ച് മെഷർമെൻറ്റൊക്കെ വരുന്നുള്ളൂ. അത് വെച്ച് നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്ലീവ് കിട്ടും. അപ്പോൾ ഇഷ്ടമുള്ള ടോപ്പിനെ കൂടുതൽ ഇതുപോലെ പെപ്ലം ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, ഫ്രോക്കിനൊക്കെയാണ് ഇതുപോലെയൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോഴെന്നാലും ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്സുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വേഗം എത്തുന്നതായിരിക്കും. ചാച്ചാ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലുമൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഉപകാരപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കോ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.